കരിയർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്കിൽ നമ്മോടൊപ്പം ഉള്ളത് അശ്വിനാണ്. അശ്വിന, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ, അശ്വിന ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നത്? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ്. ഓക്കെ, ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നു. ഓക്കെ, അപ്പോ അതെ. എങ്ങനെയാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്നൊരു കോഴ്സിനെ പറ്റി അന്വേഷിക്കുന്ന ടൈമിൽ അവോധയെ പറ്റി അറിഞ്ഞ എങ്ങനെയാ? ഞാന് ഒരു ഹൗസ് വൈഫാണ്. അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ 2 കുട്ടികളുണ്ട്. പിന്നെ അങ്ങനെ സ്കൂളൊന്നും ഞാൻ ചേരുന്ന സമയത്ത് സ്കൂളുകളൊന്നും തുറന്നിട്ടില്ല ഈ കൊറോണന്റെ പ്രശ്നം കൊണ്ട്. അപ്പം വീട്ടിൽ നിന്നേ പഠിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ ഒരുപാട് കോഴ്സുകൾ അന്വേഷിച്ചു. നല്ല റേറ്റ് ആണ് വരുന്നത്. ഇത് എനിക്ക് ഈ ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഡിസൈനിൽ ആർട്ട് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇത് ഓൺലൈനായിട്ട് ഇത് സെലക്ട് ചെയ്താൽ അത് നന്നാവും എനിക്ക് തോന്നി. പിന്നെ ഫീസും വളരെ കുറവാണ്. അപ്പം ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് കയറിയതാണ്. ജോയിൻ ചെയ്തിട്ട് അവോധയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ക്ലാസ്സുകളൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല, നല്ല ക്ലാസ്സുകൾ തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അത് ഇവിടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പെട്ടെന്ന് പറ്റും. എനിക്കത് ഭയങ്കര ഉപകരിച്ചിട്ടുണ്ട്. നമ്മള് ഈ ഡിജിറ്റലി ആവുമ്പം നമുക്ക് സ്ക്രീൻ വെച്ചിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഡൗട്ട് എങ്ങനെയായിരിക്കും ക്ലിയർ ആക്കാന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് എപ്പം ഇവർക്ക് വിളിച്ചാലും ലൈവ് സെക്ഷനിൽ വിളിച്ചാൽ എടുക്കും. എന്നിട്ട് അവര് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കി അവര് പറഞ്ഞു തരും. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മൊത്തം മാറ്റിയിട്ടേ അവരത് ലീവ് ചെയ്യുള്ളൂ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ ഈ കോഴ്സ് വരുന്നത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ടോ അതാണ്. അപ്പം അതിൽ കാര്യമായിട്ട് വരുന്നത് ഡൗട്ടുകളാണ്. അപ്പൊ ഡൗട്ട് നല്ലോണം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പലരുടെയും സംശയമാണ് ഓൺലൈൻ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുള്ളത്. സോ നല്ലൊരു ആൻസർ കൂടെ ആയിരുന്നു. ഓക്കെ, അപ്പം ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നോ? ജാപ്പ് അറ്റൻഡ് ഞാൻ ലാസ്റ്റ് വെച്ചിട്ടാണ് 9% ഒക്കെ ആയപ്പോഴാണ് ജാപ്പ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പൊ അത് ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് ഡെവലപ്പ് ആവാൻ നല്ലതാണല്ലോ വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് അറ്റൻഡ് ചെയ്യും. അപ്പൊ ട്യൂട്ടറായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി ഡെവലപ്പ് ആവും. പിന്നെ ട്യൂട്ടർ നമുക്ക് ഓരോ ഗൈഡൻസ് ഒക്കെ തരുന്നുണ്ട്. പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞതൊക്കെ ട്യൂട്ടറാണ്. അങ്ങനെയാണ് ഇങ്ങനെ ഈ നമ്മുടെ കരിയർ, ഈ ഡിസൈനിങ് ഫീൽഡിലെ കരിയർ മനസ്സിലായത് ശരിക്കും. അതെ, ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അഡ്സിഫ് പറഞ്ഞ കമ്പനിയിലാണ്, തിരുവനന്തപുരത്തുള്ള. കമ്പനി നമുക്ക് വർക്കുകൾ അയച്ചു തരും. അപ്പൊ നമ്മളെ സമയത്തിനനുസരിച്ച് നമ്മൾ അയച്ചു കൊടുക്കണം. അവര് മോഡലൊക്കെ നമുക്ക് കാണിച്ചു തരും. അങ്ങനെ ഇപ്പൊ അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പഠിച്ചു വരികയാണ്. ഞാന് ഇതിനു മുമ്പ് BSc മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്. അപ്പം അത് എനിക്ക് ശരിക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് എനിക്ക് ആ ഒരു സബ്ജക്ട് കൊണ്ടുള്ള ഇഷ്ടക്കുറവാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം ഡിസൈനിങ് ആണ്. അങ്ങനെ മഞ്ചേരി ഒരു സ്ഥലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് ഞാൻ കുറച്ചു കാലം ഇത് ചെയ്തിരുന്നു, ഈ കോഴ്സ് തന്നെ. പിന്നെ ഇങ്ങനെ കൊറോണന്റെ ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്ന് എങ്ങനെയായിരുന്നു? ഇതൊരു കോഴ്സ് എനിക്ക് പാഷനേറ്റുള്ള കോഴ്സാണ്, എടുക്കുന്ന ടൈമിൽ അവർ സപ്പോർട്ടീവ് അല്ലായിരുന്നോ? സപ്പോർട്ടാണ്. കാരണം ഫീസും അത്ര ഇല്ലല്ലോ. ആകെ 2800 വരുന്നുള്ളൂ. പിന്നെ 10,000 നമ്മള് ജോലി കിട്ടിയിട്ട് അടിച്ചാൽ മതിയല്ലോ. അപ്പൊ പിന്നെ എല്ലാവർക്കും റിസ്ക് ഫ്രീ ആയിരുന്നു. 2800 അല്ലേ, ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പൊ ആർക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓൺലൈൻ ആണ്, ആർക്കും ബുദ്ധിമുട്ടില്ല. നമ്മള് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പഠിക്കൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കി തരാൻ കഴിഞ്ഞിട്ടുണ്ട് കോഴ്സിന്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് പഠിക്കണ്ടോ അതിൻ്റെതായ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, താങ്ക് യു.